Hello everyone, this is me Jinsi from Gems Abroad. In this video, I'm going to discuss all the questions in the speaking module. So before that, channel subscribe ചെയ്തിട്ടില്ലെങ്കിൽ subscribe ചെയ്യുക. And if you need PT online coaching, feel free to contact us. So let's begin the topic. Hello everyone, I'm back with yet another video. This video is regarding the speaking module. The speaking module, all questions in detail cover ചെയ്യാൻ. So watch till the end. As you know, speaking, we have 5 questions starting with the read aloud, repeat sentence, describe image, read the lecture, and answer short question. ഈ 5 ക്വസ്റ്റ്യൻമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ പുതിയതാണെങ്കിൽ ലൈക്ക് PG അറിയില്ല സ്പീക്കിംഗിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാ ചെയ്യേണ്ടത് അറിയത്തില്ലെങ്കിൽ ഡു വാച്ച് ദിസ് വീഡിയോ. So with much no delay, I'll start. So as you know, നമുക്ക് we have 4 modules ആണ് PG-യിൽ. First is speaking, writing, reading and listening. നമുക്ക് PG-യിലെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ 4 മോഡലിൽ കൂടാതെ there is a personal introduction section ആണ്. അതിൽ നമ്മളെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതിന് മാർക്കിംഗോ സ്കോറിംഗോ ഒന്നുമില്ല. സോ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് അവിടെ സംസാരിക്കാം. നമ്മുടെ പേര് ദർ ഇസ് നോ ഓർഡർ സീക്വൻസ് അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇഷ്ടം എന്താണോ നമ്മളെ കുറിച്ച് നമുക്ക് പറയാം. And then you can click on the next button. So ഇങ്ങനെ ചെയ്യുന്നതിനൊക്കെ തൊട്ട് മുന്നേ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് മൈക്ക് സെറ്റപ്പ് എന്ന് പറയുന്നത്. ആസ് സൂൺ ആസ് നമുക്ക് ആ ഒരു ഡെസ്ക്ടോപ്പ് കിട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഹെഡ്ഫോണും മൈക്കും പ്രൊവൈഡ് ചെയ്യും. സോ ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് യു നീഡ് ടു സെറ്റപ്പ് യുവർ മൈക്ക്. ആദ്യം നമ്മുടെ മൈക്ക് എവിടാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരിക്കണം. സോ ദ മൈക്ക് ഷുഡ് ബി പ്ലേസ് ബിറ്റ്വീൻ യുവർ മൗത്ത് ആൻഡ് യുവർ ചെസ്റ്റ്. ഈ ഭാഗത്തായിട്ടാണ് പ്ലേസ് ചെയ്യേണ്ടത്. ഈ കറക്റ്റ് ഇവിടോട്ടോ അല്ലെങ്കിൽ ഒത്തിരി താഴെയോട്ടോ കറക്റ്റ് നമുക്കിത് നമ്മളിപ്പോൾ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇങ്ങനെ പ്ലേസ് ചെയ്യുവാണെങ്കിൽ കറക്റ്റ് കയ്യിലോട്ട് അല്ലെങ്കിൽ ബിറ്റ്വീൻ യുവർ മൗത്ത് ആൻഡ് യുവർ ചിൻ ഈ ഇടയ്ക്കാണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. വൺസ് നമ്മൾ മൈക്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞു ആൻഡ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം കറക്റ്റ് ആയിട്ടാണോ ഞാൻ പ്ലേസ് ചെയ്തേക്കുന്നത്. അതിന് ചെയ്യുന്നതാണ് റെക്കോർഡ് ചെയ്ത് നോക്കുക. നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും പറയുന്ന പോലെ വേർഡ്സ് ആയിട്ട് റെക്കോർഡ് ചെയ്യരുത്, സെന്റൻസസ് ആയിട്ട് റെക്കോർഡ് ചെയ്യുമ്പോഴാണ് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. വേർഡ്സ് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് റീഡ് എല്ലാവർക്കും ചെയ്യുമ്പോൾ നമുക്ക് അറിയത്തില്ല നമ്മൾ പറഞ്ഞത് സെന്റൻസസ് എങ്ങനെയാണ് കേൾക്കുന്നതെന്നൊക്കെ. സോ അതുകൊണ്ടാണ് സെന്റൻസസ് ഒരു 5-6 സെന്റൻസ് നിങ്ങൾക്ക് പേഴ്സണൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തന്നെ നിങ്ങൾക്ക് മൈ നെയിം ഇസ് ദിസ് കംപ്ലീറ്റ് ദിസ് ആൻഡ് ദിസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു 5-6 സെന്റൻസ് അടുപ്പിച്ച് പറഞ്ഞിട്ട് കേട്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. എന്തെങ്കിലും വോയിസിൽ ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ അതോ എന്റെ വോയിസ് കറക്റ്റ് സൗണ്ടിലാണോ കേൾക്കാൻ പറ്റുന്നത്. ഫസ്റ്റ് തിങ് അതാണ്. വൺസ് മൈക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞു പിന്നെ പേഴ്സണൽ ഇൻട്രൊഡക്ഷൻ ആണ് നമുക്ക് സ്ക്രീനിൽ വരുന്നത്. പേഴ്സണൽ ഇൻട്രൊഡക്ഷൻ യു കെൻ സ്പീക്ക് എനിത്തിങ്. ഇതിൽ ഇന്ന് സംസാരിക്കണം എന്നൊന്നുമില്ല, അതിന് ടെംപ്ലേറ്റ് ഒന്നും ഇല്ല. സ്കോറിംഗ് ഇല്ലാത്തതുകൊണ്ട് അത് എന്തിനാ വെച്ചെന്ന് വെച്ചാൽ ടു മേക്ക് ഇറ്റ് കംഫർട്ടബിൾ. നമ്മൾ മൈക്ക് ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് ഡയറക്റ്റ് ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു നെർവസ്നെസ് വരും. അത് മാറ്റാൻ വേണ്ടിയാണ് ആ ഒരു പേഴ്സണൽ ഇൻട്രൊഡക്ഷൻ സെക്ഷൻ. വൺസ് പേഴ്സണൽ ഇൻട്രൊഡക്ഷൻ സെക്ഷൻ കഴിയുമ്പോൾ യു വിൽ ഗിവൻ മോഡൽസ് നമുക്ക് ഇങ്ങനെ സ്ക്രീനിൽ അപ്പിയർ ആയി തുടങ്ങും. ഫസ്റ്റ് മോഡ്യൂൾ സ്പീക്കിംഗിലാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റീഡ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഫോളോഡ് ബൈ ദാറ്റ് 4 ക്വസ്റ്റ്യൻസ് വരും. സോ ഐ വിൽ ഷെയർ മൈ സ്ക്രീൻ ടു ഷോ യു ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്ന്. ഓക്കെ, സോ as you can see, speaking 25 to 30 minutes ആണ്. The questions are 5 questions. Okay, and the first question will be read aloud. What is read aloud? You have a text and in 45 seconds you must read this text aloud as naturally and clearly as possible. You have 40 seconds to read aloud. നമുക്ക് ഇങ്ങനെ ഒരു ടെക്സ്റ്റ് നമുക്ക് ഇങ്ങനെ തരും. ഈ ടെക്സ്റ്റ് നമ്മൾ എങ്ങനെ വായിക്കേണ്ടത്, നാച്ചുറൽ ആയിട്ടും ക്ലിയർ ആയിട്ടും വായിക്കേണ്ടത്. ആൻഡ് 35 സെക്കൻഡ്സ് പ്രിപ്പറേഷൻ ടൈം മതി. ഈ 35 സെക്കൻഡ്സ് പ്രിപ്പറേഷൻ ടൈമിൽ നമുക്ക് തന്നെ കേൾക്കുന്ന രീതിയിൽ തന്നെ ആ പാസേജ് വായിച്ച് റെഡി ആയിട്ടിരിക്കുക. വൺസ് 35 സെക്കൻഡ്സ് കഴിയുമ്പോൾ യു ഹാവ് ടു സ്റ്റാർട്ട് റീഡിങ്. അതെങ്ങനെ 35 സെക്കൻഡ്സ് റിവേഴ്സ് കൗണ്ട് ഡൗൺ ടൈമർ ആണ്. അത് ലൈക്ക് താഴോട്ട് പോകുമ്പോഴത്തേക്ക് 0 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും അവിടെ ഒരു ബീപ്പ് കേൾക്കും. വൺസ് ആ ബീപ്പ് കേട്ട് കഴിയുമ്പോൾ റെക്കോർഡർ ബട്ടൺ ഓപ്പൺ ആവും. റെക്കോർഡർ ബട്ടൺ ഓപ്പൺ ആയി 3 സെക്കൻഡ്സിന് ഉള്ളിൽ തന്നെ നമ്മൾ സംസാരിക്കണം. ഡോണ്ട് സ്റ്റാർട്ട് അറ്റ് 0 സെക്കൻഡിൽ സ്റ്റാർട്ട് ചെയ്യരുത്. 1 സെക്കൻഡ് ഒക്കെ ആയി കഴിയുമ്പോൾ യു ഹാവ് ടു സ്റ്റാർട്ട് സ്പീക്ക് reading the passage. Okay, this is the normal instructions for നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. I'll show you എങ്ങനെയാണ്
how it starts. So once നമുക്ക് 35 seconds ഉണ്ട്, 35 seconds നമ്മൾ സൗണ്ട് എടുത്ത് തന്നെ വായിക്കണം, റെഡി ആയിരിക്കണം. Just to rehearsal. The majority of successful senior managers do not closely follow the classical traditional mode of first clarifying, first assessing the problem, formulating options, estimating likelihoods of success, making a decision, and only then taking action to implement the decision. നമ്മളിത് വായിച്ച് റെഡിയാക്കി. സോ എനിക്കൊരു കൺഫ്യൂഷൻ ഇല്ല, എല്ലാ വേർഡ്സും ക്ലിയർ ആണ്. സോ വൺസ് വായിച്ചു കഴിയുമ്പോഴത്തേക്കും സൗണ്ട് എടുത്ത് വായിക്കുന്നതിന് കാരണം നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ റീഡ് അലൗഡ് ചെയ്യുന്നത് ഒരു കോൺഫിഡൻസോടാണ്. സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. വൺസ് അവിടെ ബീപ്പ് കേട്ടു, റെക്കോർഡ് ബട്ടൺ സ്റ്റാർട്ട് ആയി, 1 സെക്കൻഡ് കണ്ടപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം. 3 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടാണ് നമ്മളത് റീഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ മൈക്ക് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. നമ്മൾ സംസാരിക്കും, നമ്മൾ വായിച്ചതും അവിടെ ഡിറ്റക്ട് ആവത്തില്ല, ആൻഡ് യു വിൽ ഗെറ്റ് 0 മാർക്ക്. സോ 1 സെക്കൻഡ് നമ്മുടെ ഈ റെക്കോർഡർ ബട്ടൺ ഇവിടെ കണ്ടു കാണും. 1 സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ ദ മെജോറിറ്റി ഓഫ് സക്സസ്ഫുൾ സീനിയർ മാനേജേഴ്സ് സ്റ്റാർട്ട് ചെയ്യണം. അല്ലാതെ 3 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടാണ് നമ്മളിത് വായിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ യു വിൽ നോട്ട് ഗെറ്റ് എനി മാർക്സ്. സോ ഇതാണ് ഇത്. സ്പീക്കിംഗിലെ 5 ക്വസ്റ്റ്യൻസും അപ്ലിക്കബിൾ ആണ്. റീഡ് അലൗഡ്, റിപ്പീറ്റ് സെന്റൻസസ്, പ്രവൻഷൻ, എല്ലാ 5 ക്വസ്റ്റ്യനും ഇതേ സെയിം റൂൾ ആണ്. 3 സെക്കൻഡ്സിനുള്ളിൽ യു ഹാവ് ടു ഡു ദ റീഡ് അലൗഡ്. റിപ്പീറ്റ് സെന്റൻസിനും അങ്ങനെയാണ്. ഡിസ്ക്രൈബ് ഇമേജ്, റീഡ് ഇറ്റ്, എല്ലാത്തിനും അപ്ലിക്കബിൾ. So keep in mind. Again, you should keep your eye on the screen. Don't get distracted. Again, read aloud ചെയ്യുമ്പോൾ എക്സാമില് അപ്പുറത്തിപ്പുറത്തും ഇരുന്ന് എക്സാമിൽ ചെയ്യുമായിരിക്കും. ചിലപ്പം അവര് കുറച്ച് ശബ്ദം ഉയർത്തിയായിരിക്കും ചെയ്യുന്നത്. അത് കണ്ടുകൊണ്ട് നമ്മളും ശബ്ദം ഉയർത്തേണ്ട കാര്യമില്ല. ഡോണ്ട് റേസ് യുവർ വോയിസ്. അവര് ചെയ്യുന്നുള്ളതുകൊണ്ട് നമ്മളും ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് അവര് ചെയ്യുന്നത് ചിലപ്പോൾ അവർക്ക് കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി കൂടുതലായിട്ട് കുറച്ചും കൂടി സൗണ്ട് എടുക്കും. അത് കണ്ടിട്ട് നമ്മളിത് ഫോളോ ചെയ്യേണ്ട. നമ്മൾ നോർമൽ രീതിയിൽ എങ്ങനെയാണോ നമ്മൾ പ്രാക്ടീസ് ചെയ്തേക്കുന്നത് അത് തന്നെ അവിടെ ചെയ്യുക. ആൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ചെയ്യുന്നത് ഇവർ ചെയ്യുന്നത് ശ്രദ്ധിക്കാൻ പോകണ്ട. ആൻഡ് അവർ പറയുന്നത് അവർ സൗണ്ട് പറയുമ്പോൾ നമ്മുടെ വോയിസസ് റെക്കോർഡ് ചെയ്യുന്നുള്ളൊരു പേടിയും വേണ്ട. അങ്ങനെ അത് റെക്കോർഡ് ആവത്തില്ല. വൺസ് നിങ്ങൾ വായിച്ചു കഴിയുമ്പോഴത്തേക്കും യു ഹാവ് ടു സബ്മിറ്റ്. വൺസ് ഡെസിഷൻ കഴിയുമ്പോഴത്തേക്കും അടുത്ത നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തേക്കണം. ആ ഡെസിഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലാങ്ക് ആയിട്ട് റെക്കോർഡർ തീരട്ടെ, ഇതിങ്ങനെ ഫുൾ ബാർ വരട്ടെ എന്ന് ഓർത്ത് നമ്മൾ വെയിറ്റ് ചെയ്യരുത്. അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഒരു എം ടി ആയിട്ടുള്ള ഒരു ഓഡിയോ ആയിരിക്കും വരുന്നത്. നമ്മൾ ചിലപ്പം ഡെസിഷൻ സംസാരിച്ചിട്ടൊക്കെ റെക്കോർഡ് സ്റ്റോപ്പ് ആവട്ടെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു എം ടി ആയിട്ടൊരു ബ്ലാങ്ക് ആണ്. അങ്ങനെ ചെയ്യുവാണെങ്കിലാണ് നമുക്ക് അവിടെ ഫ്ലുവൻസിക്ക് മാർക്ക് കുറയുന്നത്. As soon as you're done with the question, നമ്മൾ read ചെയ്ത് കഴിഞ്ഞെങ്കിൽ click next and move on to the next question. Don't wait for the recorder to stop. So ഇത് കൂടുതൽ മിസ്റ്റേക്സ് കൂടുതൽ ആൾക്കാർ ഞാൻ കണ്ടുവരുന്നതാണ്. സോ നിങ്ങളത് പാസേജ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് സെന്റൻസ് വരെ, ലാസ്റ്റ് വേർഡ് വരെ കഴിഞ്ഞു. ആ ഡെസിഷൻ പറയുമ്പോൾ തന്നെ ക്ലിക്ക് ഓൺ ടു ദ നെക്സ്റ്റ്. നമ്മൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യരുത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി. ഡെസിഷൻ തീരുമ്പോൾ തന്നെ നിങ്ങളുടെ കഴ്സർ അടുത്ത ബട്ടണിൽ നെക്സ്റ്റ് കൊടുത്തിട്ട് അടുത്ത ക്വസ്റ്റ്യനോട്ട് മൂവ് ഓൺ ചെയ്തേക്കണം. ആൻഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ഈ നോയ്സസ് ഒക്കെ ഒന്ന് നമുക്കതൊരു ഫെമിലിയർ ആകാൻ വേണ്ടി വീട്ടിൽ തന്നെ നമ്മൾ റീഡ് അലൗഡും സ്പീക്കിംഗ് നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു സൈലന്റ് ഏരിയയിൽ പ്രാക്ടീസ് ചെയ്യരുത്. ആൻഡ് നോയ്സി എൻവയറൺമെന്റ് തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ എക്സാം ടൈമിൽ നിങ്ങൾക്ക് അതൊരു വലിയൊരു ഇതായിട്ട് തോന്നത്തില്ല. ബിക്കോസ് യു ആർ അഡാപ്റ്റഡ് ടു. വീട്ടിൽ തന്നെ നമ്മൾ ചിലപ്പം ടി വി ഓൺ ആക്കിയിട്ട് പ്രാക്ടീസ് ചെയ്ത് കാണും, അല്ലെങ്കിൽ ഒരു പാട്ട് കേട്ടിട്ട് പ്രാക്ടീസ് ചെയ്ത് കാണും. കാരണം ഇത്രയും സൗണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് ഇപ്പുറത്ത് എക്സാം അവർ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ പറയുന്നതും അവരുടെ വോയിസസും നമ്മളെ ഒരിക്കലും എഫക്ട് ചെയ്യില്ല. സോ നിങ്ങൾ വീട്ടിൽ തന്നെ അത് പ്രാക്ടീസ് ചെയ്തിട്ട് എക്സാമിന് പോകാവും. അങ്ങനെയാണെങ്കിൽ നോയ്സി എൻവയറൺമെന്റോട് നമുക്കൊന്ന് ലൈക്ക് അഡ്ജസ്റ്റ് ആയി we will do all our speaking questions. മൈക്ക് സെറ്റ് ചെയ്യുന്നു, റീഡ് അലൗഡിന് വായിച്ചു, ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു, and then റീഡ് അലൗഡ് എങ്ങനെയാണ് ചെയ്യുന്നത്? You will be given a passage. ഒരു പാസേജ് തന്നിട്ടുണ്ട്. ആ പാസേജ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫ്ലോയിൽ അങ്ങ് വായിക്കുക. ഡോണ്ട് ടേക്ക് അൺനെസസറി പോസസ് എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ നിർത്തുക ചെയ്യരുത്. അങ്ങനെ until you see a full stop, അവിടെ യു ക്യാൻ ടേക്ക് എ സ്ലൈഡ് പോസ്. എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാനല്ല, യു ക്യാൻ ടേക്ക് എ സ്ലൈഡ് പോസ്. ആൻഡ് അടുപ്പിച്ച് കോമാസ് വരുവാണെങ്കിൽ അവിടെ നിന്ന് പോസ് ചെയ്യേണ്ട. യു ക്യാൻ ജസ്റ്റ് റീഡ് ഇറ്റ്, ആ കണ്ടിന്യൂസ് ആയിട്ട് റീഡ് ചെയ്ത് പോകും. ഒരു ലോങ് സെന്റൻസ് കഴിഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് എ പോസ് എടുത്തിട്ട് give a slight pause and then start. Okay, എന്ന് പറഞ്ഞ് അവിടെ സ്റ്റോപ്പ് ചെയ്യാനല്ല പറയുന്നത്. Just take a slight pause and then start reading. When you're reading, read it continuously.
ടുഗെദർ ആയിട്ട് വായിക്കണം, പെറുക്കി പെറുക്കി വായിക്കണം. ദ മെജോറിറ്റി അങ്ങനെ വായിക്കുകയും ചെയ്യരുത്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു കോൺസ്റ്റന്റ് സ്പീഡിൽ വായിക്കണം. ഫ്ലാറ്റ് ടോണിലാണ് വായിക്കേണ്ടത്. ആവശ്യമില്ലാത്ത ഇടത്ത് സ്ട്രെസ് ചെയ്യുക, അൺനെസസറി ആയിട്ട് അവിടെ ഇവിടെ സ്ട്രെസ് ചെയ്യുക. പിന്നെ ഇന്റർനേഷൻ, പിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും. ചിലരുടെ റീഡ് അലൗഡ് കണ്ട പാട്ട് പാടുന്ന പോലെ തന്നെ മെജോറിറ്റി ഓഫ് സക്സസ്ഫുൾ സീനിയർ മാനേജേഴ്സ് ക്ലോസ്ലി ഫോളോ, അങ്ങനെയല്ല. ഫ്ലാറ്റ് ടോൺ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്തത് അതേപോലെ സ്റ്റോപ്പ് ചെയ്യുക. ഇൻ ബിറ്റ്വീൻ നമ്മൾ ഒരു ഇന്റർനേഷൻസോ സ്ട്രെസ്സിന്റെ ആവശ്യം, അൺനെസസറി ആയിട്ട് സ്ട്രെസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഫ്ലുവൻസിക്ക് മാർക്ക് കുറയും. പിന്നെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന വേർഡ് ക്ലിയർ ആയിരിക്കണം, നാച്ചുറൽ ആയിരിക്കണം, ക്ലാരിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്, വേറെ ഒന്നുമല്ല. സോ അങ്ങനെ നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കണമെങ്കിൽ ചില വേർഡ്സ് ചിലയിടത്ത് നമ്മൾ മൗത്ത് വൈഡ് ആയിട്ട് ഓപ്പൺ ചെയ്യണം. ചില വേർഡ്സ് ഒക്കെ നമ്മൾ വാ തുറക്കാതെ നമ്മൾ ഇങ്ങനെ സംസാരിക്കുവാണെങ്കിൽ ആ വേർഡ്സ് ക്ലിയർ ആയിട്ട് പ്രൊനൗൺസ്ഡ് ആവത്തില്ല. സോ എവിടെയൊക്കെയാണോ വേർഡ്സ് നമ്മൾ മൗത്ത് ഓപ്പൺ ആക്കണ്ടേ അവിടെയെല്ലാം മൗത്ത് ഒന്ന് ഓപ്പൺ ആക്കി നമ്മൾ വേർഡ്സ് പ്രൊനൗൺസ് ചെയ്യുവാണെങ്കിൽ അത് നീറ്റ് ക്ലിയർ ആയിട്ട് അത് കേൾക്കാൻ പറ്റും. ഇതാണ് പ്രൊനൗൺസിയേഷൻ. പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ you have to read the passage clearly, naturally, and again with the confidence also. പിന്നെ കണ്ടന്റ്, കൊടുത്തേക്കുന്ന കണ്ടന്റ് വായിക്കുക. അല്ലാതെ എക്സ്ട്രാ നമ്മൾ ഒരു വേർഡ് ഇടുക, ഒരു എ ആഡ് ചെയ്യുക, ആൻഡ്, ദ, ഓഫ്, ബൈ. സോ ഇല്ലാത്ത വേർഡ്സ് ആഡ് ചെയ്യുക. നമുക്ക് അവിടെ എന്താണോ കണ്ടന്റ് കൊടുത്തേക്കുന്നത് അത് മാത്രം വായിക്കാം. ആൻഡ് ഓൾസോ ഡോണ്ട് ഒമിറ്റ് വേർഡ്സ്. കൊടുത്തേക്കുന്ന കണ്ടന്റിൽ ചില വേർഡ്സ് ഒമിറ്റ് ചെയ്ത് കളയുക, അങ്ങനെ ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ ഇതെല്ലാം ചെയ്യാതെ ദ മെജോറിറ്റി, അതായത് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ നമ്മൾ ആ ഫ്ലോയില് കണ്ടിന്യൂസ് ആയിട്ട് ഹെസിറ്റേറ്റ് ചെയ്യാതെ, ഹെസിറ്റേഷനിൽ നമുക്ക് ഈ ഫില്ലർ സൗണ്ട്സ് വരുന്നത് നമ്മൾ ഹെസിറ്റേറ്റ് ചെയ്യുമ്പോഴാണ്. ഹെസിറ്റേറ്റ് എന്തിനാ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെസിറ്റേറ്റ്, പ്രിപ്പയർ ചെയ്യാതെ വരുമ്പോഴാണ് ഹെസിറ്റേഷൻ വരുന്നത്. സോ ഹെസിറ്റേറ്റ് ചെയ്യാതെ, സൗണ്ട്സ് ഒന്നും ഉണ്ടാക്കാതെ, അൺനെസസറി പോസസ് എടുക്കാതെ, ഇന്റർനേഷൻസ് കൊടുക്കാതെ ഫ്ലാറ്റ് ടൂണിൽ നമ്മളിത് വായിച്ചു പോയാൽ connect it, group it together. What's in a group? The majority of successful senior managers do not closely follow the classical rational model of first clarifying goals, assessing the problem, formulating options, estimating likelihoods of success, making a decision, and only then taking action to implement the decision. നമ്മൾ പറയുമ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കൈ വെച്ച് ഇങ്ങനെ ഓടിച്ചിട്ട് വേണമെങ്കിൽ വായിക്കാം. യു ക്യാൻ ഓൾസോ ആ കോൺഫിഡൻസ് തൊട്ട് എടുത്ത് വായിച്ചാൽ മതി. ബിക്കോസ് സോഫ്റ്റ്വെയറിന് നമ്മൾ പറയുന്ന വേർഡ്സ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ നമ്മൾ ക്ലിയർ ആയിട്ട് പ്രൊനൗൺസ് ചെയ്യാനാണ്, ആ ക്ലാരിറ്റിയാണ് നമ്മൾ കൊടുക്കാത്തത്. ക്ലാരിറ്റി വരാത്തതിന്റെ കാരണം ചില വേർഡ്സ് നമ്മൾ അത് പറയുമ്പോൾ അത് കേൾക്കത്തില്ല. ഫോർമുലേറ്റ് ഒക്കെ പറയുമ്പോഴത്തേക്കും യു ഹാവ് ടു ബ്ലോ അപ്പ് ദ വിൻഡ്. Formulating options, estimating likelihoods of success, making a decision, and only then taking action to implement the decision. Okay, നമ്മൾ വായിക്കുമ്പോൾ then taking action to implement the, അങ്ങനെയല്ല, ഒന്നിച്ച് വായിക്കണം. Implement the decision. ഒന്നിച്ച് ഗ്രൂപ്പ് ചെയ്ത് വായിക്കുക, അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് വായിക്കല്ലേ. നമ്മൾ ഒരു വേർഡ് തീരുമ്പോൾ തന്നെ അടുത്ത വേർഡ് യു ഹാവ് ടു ഓട്ടോമാറ്റിക്കലി അത് പ്രൊനൗൺസ് ചെയ്യാൻ പഠിക്കണം. ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ ഓരോ വേർഡ് ബൈ വേർഡ് വായിക്കുമ്പോഴത്തേക്കും അവിടെ ഫ്ലുവൻസി താഴെ പോകും. സോ കോൺസ്റ്റന്റ് സ്പീഡിൽ കൊണ്ടുപോകാൻ വേണം. സ്പീഡും ഫ്ലുവൻസി തമ്മിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്. സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്പീഡിൽ സംസാരിക്കുന്ന കൂടുതൽ സ്പീഡിൽ സംസാരിക്കുക നമ്മൾ സ്പീഡ്. ഫ്ലുവൻസി എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് പറയാം, ക്ലിയർ ആയിട്ട് പറയാം. ഇതാണ് ഫ്ലുവൻസി. ആൻഡ് കോൺഫിഡൻസ് വേണം. നമുക്ക് നെർവസ്നെസ് ആയി കഴിയുമ്പോൾ നമ്മുടെ സൗണ്ടിൽ, നമ്മുടെ ടൂണിൽ നമുക്ക് അറിയാൻ പറ്റും, ആ പതർച്ച നമുക്ക് ഫീൽ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ തന്നെ നോർമൽ ഫ്ലുവൻസിക്കൊക്കെ മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. കോൺഫിഡൻസ് ആയിട്ടിരിക്കുക, എൻജോയ് ചെയ്ത് ആ റീഡ് എല്ലാം ഒന്ന് വായിച്ചാൽ മതി. നേരത്തെ തന്നെ ഒരു പ്രാക്ടീസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ റീഡ് എല്ലാം. സോ ഡൂസ് ആൻഡ് ഡോൺസ് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഡോണ്ട് ഡു ഓൾ ദോസ് മിസ്റ്റേക്സ് അൺനെസസറി. പോസസ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് കാണുമ്പോൾ take a slight pause. അല്ലാത്ത തരത്തിലുള്ള പോസസ് എടുക്കരുത്. സൗണ്ട് വെക്കുന്നത്, ലൈക്ക് ആഡിങ് അപ്പ് ദ വേർഡ്സ്, ഒമിറ്റിംഗ് ദ വേർഡ്സ്, ഇതൊക്കെ ശരിയാണ്. ആൻഡ് എസ് ഒക്കെ കാണുമ്പോൾ പ്രത്യേകിച്ച് അതെടുത്ത് സ്ട്രെസ് ചെയ്യുക, അങ്ങനൊന്നും ചെയ്യേണ്ട. നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്യാൻ പോകുമ്പോഴാണ് പ്രൊനൗൺസിയേഷനോട് മാർക്ക് കിട്ടുന്നത്.
സോ അൺനെസസറി വേർഡ്സ് എടുത്ത് സ്ട്രെസ് ചെയ്യുന്നത് വേണ്ട. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ആൻഡ് ഡെയിലി പ്രാക്ടീസ് 15 minutes ഓഫ് റീഡ് അലൗഡ്. ഡെയിലി അങ്ങനെ പ്രാക്ടീസ് റീഡ് അലൗഡ് തന്നെ പ്രാക്ടീസ് യുവർ റീഡിങ്. നിങ്ങൾക്ക് യു ക്യാൻ ഡെവലപ്പ് റീഡിങ് ഹാബിറ്റ് ഓൾസോ. റീഡ് എ ബുക്ക്, റീഡ് എ മാഗസിൻ, റീഡ് എ ജേർണൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റീഡ് ന്യൂസ് പേപ്പർ, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കാം. എന്നിട്ട് നമുക്ക് അങ്ങനെ വായിച്ച് വരുമ്പോഴത്തേക്കും യു വിൽ ഗെറ്റ് എ ഫ്ലോ. ആ ഫ്ലോ കിട്ടും, കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് കിട്ടും. So അങ്ങനെ വായിച്ച് ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ just read aloud will be very easier for you. Don't be too fast, don't be too slow. Constant speed you can do this. So this is about read aloud. Read aloud, you get 5 to 6 questions in your exam. Okay, and approximately 150 words ആയിരിക്കും. You will get 5 to 6 questions. So again PT is an integrated ആണ്. ഇൻഡിപെൻഡന്റ് ഉണ്ട്, ഇന്റഗ്രേറ്റ്. ഇൻഡിപെൻഡന്റ് എന്ന് പറയുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ഒരു മോഡ്യൂളിലെ മാർക്ക് കൊടുക്കുന്നുള്ളൂ. ഇന്റഗ്രേറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ 2 മോഡ്യൂളിലോട്ട് മാർക്ക് കൊടുക്കുന്നതാണ് ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞത്. ഇപ്പം റീഡ് എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ടുവേർഡ്സ് റീഡിങ് ആൻഡ് സ്പീക്കിംഗ് ആണ്. നമ്മൾ വായിക്കുവാണ്, യു ആർ റീഡിങ് ഇറ്റ്, അഗൈൻ യു ആർ സ്പീക്കിംഗ് ഇറ്റ്. സോ very very important question. Do practice it on a daily basis. Okay, this is about read aloud. We'll move on to next question. So next question is repeat sentence. Repeat sentence also important question. You get 8 to 12 questions in your exam. This contributes marks towards your speaking and listening because you are hearing a sentence and you are repeating it back. Appa listening in a mark ponnundi, speaking in a mark ponnundi. Repeat sentence, 3 kinds of sentence: simple, medium, lengthy. Simple sentence 5 words, medium more than that, lengthy above 10 words ഉള്ളതാണ് lengthy sentence order. So നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഫസ്റ്റ് നിങ്ങൾ ഇപ്പോൾ റിപ്പീറ്റ് സെന്റൻസ് ഫസ്റ്റ് ടൈം കേൾക്കുവാണെങ്കിൽ ടേക്ക് എ സെന്റൻസ് വിച്ച് ഇസ് വെരി സിമ്പിൾ. ഒരു 5 words ഉള്ള സെന്റൻസ് കേൾക്കുക. എടുത്തുപാടെ നമ്മൾ ഒരു ലെങ്തി സെന്റൻസ് കേട്ടാൽ നമുക്ക് നമ്മൾ ഫസ്റ്റും പറയത്തില്ല ലാസ്റ്റും പറയത്തില്ല. സോ if you want to try a repeat sentence, first take a simple sentence. അതാദ്യം എടുക്കുക, കേൾക്കുക, then try again, try that sentence. പിന്നെ നമ്മൾ അങ്ങനെ തന്നെ 1-2 വട്ടം ട്രൈ ചെയ്യുമ്പോഴത്തേക്കും you will get again try medium sentence. And നമ്മൾ one simple sentence ചെയ്ത് okay you forgot like 5 words കിട്ടി, അപ്പൊ like medium വരുമ്പോഴത്തേക്ക് കുറച്ച് 2 words അതിലും നിങ്ങൾക്ക് medium sentence കിട്ടുന്നുണ്ടെങ്കിൽ ഈ സെയിം സ്ട്രാറ്റജി തന്നെ നിങ്ങൾക്ക് ലെങ്തി സെന്റൻസിൽ ഫോളോ ചെയ്യാം. ബിക്കോസ് നമുക്ക് മാർക്കിംഗ് ക്രൈറ്റീരിയ നോക്കുവാണെങ്കിൽ സ്പീക്കിംഗിൽ ടോട്ടൽ വരുന്നത് ഓറൽ ഫ്ലുവൻസി, പ്രൊനൗൺസിയേഷൻ, കണ്ടന്റ് ആണ്. റീഡ് ലൗഡിലും അത് തന്നെയാണ്. സോ റിപ്പീറ്റ് സെന്റൻസിൽ ഓറൽ ഫ്ലുവൻസിക്ക് 5, പ്രൊനൗൺസിയേഷൻ 5, പക്ഷെ കണ്ടന്റിന് 3 മാർക്കാണ്. അത് നമ്മൾ ആലോചിക്കട്ടെ, എന്തിനാണ് കണ്ടന്റിന് വെറും 3 മാർക്ക് കൊടുത്തേക്കുന്നത്? സോ ഇഫ് യു ഗിവൻ 80% ഓഫ് ദ കണ്ടന്റ് കൊടുത്താൽ തന്നെ യു വിൽ ഗെറ്റ് മാർക്സ്. 80% താഴെ പോകുമ്പോഴാണ് 3ൽ യു ഗെറ്റിംഗ് 2 മാർക്സ്, 2 മാർക്ക് കിട്ടുന്നത്. സ്റ്റിൽ യു വിൽ ഗെറ്റ് 2 മാർക്സ്, 1 മാർക്കേ പോകുന്നുള്ളൂ. So why do you want to catch up all the words and you have to repeat it? നമ്മൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ we'll start to fumble, we'll start to hesitate, ഫ്ലുവൻസിക്ക് മാർക്ക് പോകും, അങ്ങനെ പ്രൊനൗൺസിയേഷന് മാർക്ക് പോകും. So try to repeat at least 6 to 8. For 10 words ഉണ്ടെങ്കിൽ try repeating 6 to 8 words within order. Fluent ആയിട്ട് റിപ്പീറ്റ് ചെയ്താൽ മതി. ആ സീക്വൻസ് അത് ഇമ്പോർട്ടന്റ് ആണ്. സീക്വൻസ് ആയിട്ട് ഫ്ലുവന്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്താൽ മതി. നമ്മളിപ്പോ 10 words കേൾക്കാൻ പോകണ്ട, ആ കേട്ടതിൽ ഫസ്റ്റ് 6 words കേട്ടുണ്ടെങ്കിൽ അത് ഫ്ലുവന്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് സീക്വൻസിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ യു വിൽ ഗെറ്റ് എ ഗുഡ് മാർക്ക്. സോ കണ്ടന്റ് നമ്മളിപ്പോ അതേ ആ മെത്തേഡ് ആണെങ്കിൽ എന്റെ സെന്റൻസിൽ ഫോളോ. ഇപ്പൊ ഒരു 15 words ഉള്ള സെന്റൻസ് ഉണ്ടെങ്കിൽ ലൈക്ക് അതേ സ്ട്രാറ്റജി, നീ 6 words മാത്രം കേൾക്കുക. ബിക്കോസ് എവറിബഡി ഹാസ് എ കപ്പാസിറ്റി. ചിലർക്ക് അത്രയും പുറത്ത് പറയാൻ ബുദ്ധിമുട്ടാണ്, ചിലർ പക്ഷെ എല്ലാം പറയും. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ലിസൺ ടു 5 to 6 words, repeat it fluently, in sequentially repeat ചെയ്യാം. Okay, ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ you will get the repeat sentence. Again, I'll play one repeat sentence. I'll show you how it works. Conformity involves acting or thinking like other group members. Recorder open ആയി. Conformity involves acting or thinking like other group members. Okay, ഇതാണ് നമ്മൾ കേട്ടത്. വൺസ് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും യു ക്യാൻ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മൾ കേട്ടത്. സോ റെക്കോർഡർ ബട്ടൺ സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ പറയാൻ തുടങ്ങല്. 0 സെക്കൻഡ് കഴിഞ്ഞ് 1 സെക്കൻഡ് ആയെന്ന് മനസ്സിലാവുമ്പോഴാണ് നമ്മളത് റിപ്പീറ്റ് ചെയ്യേണ്ടത്.
Okay, so ഇതാണ് റിപ്പീറ്റ് സെന്റൻസ്. റിപ്പീറ്റ് സെന്റൻസിൽ കണ്ടന്റ് കൂടുതൽ നമ്മളിപ്പോൾ ഒത്തിരി കണ്ടിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് റിപ്പീറ്റ് സെന്റൻസ് പലർക്കും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നത്. ബിക്കോസ് എല്ലാ വേർഡ്സ് കേൾക്കാൻ പോകും. എല്ലാ വേർഡ്സ് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ ഓർക്കാൻ പറ്റും. ആൻഡ് റിപ്പീറ്റ് സെന്റൻസ് എല്ലാം മീനിങ് സെന്റൻസ് ആണ്. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാക്കിയാൽ മാത്രം തന്നെ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് തോന്നും. അതിന്റെ മീനിങ് മനസ്സിലാക്കുക, എന്നിട്ട് നമ്മളത് പറയാൻ ശ്രമിക്കുക. നിങ്ങൾ കേൾക്കുന്ന ഓരോ വേർഡ് യു ഹാവ് ടു സബ്കോൺഷ്യലി യു ഹാവ് ടു നമ്മളത് മനസ്സിൽ ഇങ്ങനെ മൈൻഡിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ കേൾക്കുന്ന വേർഡ് നമ്മൾ ഇങ്ങനെ പറയണം. വൺസ് അത് തീർന്നു കഴിയുമ്പോൾ നമ്മളത് കേട്ട് നമ്മളത് രജിസ്റ്റർ ആയി കഴിയുമ്പോൾ വൺസ് റെക്കോർഡർ ബട്ടൺ ഓപ്പൺ ആയി കഴിയുമ്പോൾ യു ക്യാൻ ഫ്ലുവൻറ്റ്ലി യു ക്യാൻ സ്പീക്ക്. Okay, and again you will hear the sentence only once. You will not be you cannot repeat or you cannot rewind. Rewind is നമുക്ക് കേൾക്കാൻ പറ്റില്ല, ഒരു പ്രാവശ്യമേ നമുക്കത് കേൾക്കാൻ പറ്റുള്ളൂ. Okay, so this is how you have to do your repeat sentence. You will get 8 to 12 questions, and very important one, practice it daily. Again, spend 20 minutes to do our repeat sentence. Daily basis ഇത് ചെയ്യണം. നമ്മളിപ്പോൾ ഒരാഴ്ച ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തു പോയാൽ നിങ്ങൾക്ക് ആ ഒരു ഫ്ലോ കിട്ടത്തില്ല. യു വിൽ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഡു ദിസ്. സോ റീഡ് എല്ലാം റിപ്പീറ്റ് സെന്റൻസ് ഒക്കെ ഡെയിലി ബേസിസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോവാണെങ്കിൽ യു വിൽ ഫൈൻഡ് ഇറ്റ് ഈസി. ആൻഡ് അഗൈൻ ലിസണിങ് കപ്പാസിറ്റി കുറവാണ്, അത് ആക്സെന്റ് മനസ്സിലാവുന്നില്ലെങ്കിൽ നമുക്ക് യു ക്യാൻ ലിസൺ ടു ലോട്ട് ഓഫ് പോഡ്കാസ്റ്റ് കേൾക്കുക, അല്ലെങ്കിൽ നേറ്റീവ് സ്പീക്കേഴ്സിന്റെ സ്പീച്ച് കേൾക്കുക. അങ്ങനെ നമ്മൾ ഡെയിലി അങ്ങനെ അതിനൊരു ടൈം കൊടുക്കുകയാണെങ്കിൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദി വേർഡ്സ് ക്ലിയർലി. ആ പ്രൊനൗൺസിയേഷൻ, ആ ആക്സെന്റ് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഓൾസോ നിങ്ങൾ ഒരു റിപ്പീറ്റ് സെന്റൻസിന്റെ ഒരു 5-6 പ്രാവശ്യം കേട്ടിട്ട് ദെൻ നമ്മൾ ഓരോ വേർഡ് ബൈ വേർഡ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുക. ആദ്യം കേൾക്കുമ്പോൾ ഒരു 2 വേർഡ് റിപ്പീറ്റ് ചെയ്യുക, അടുത്ത പ്രാവശ്യം കേൾക്കുമ്പോൾ 3 വേർഡ് റിപ്പീറ്റ് ചെയ്യുക, അത് കഴിയുമ്പോൾ 4 വേർഡ് റിപ്പീറ്റ് ചെയ്യുക. സോ കണ്ടിന്യൂസ്ലി നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമ്പോഴത്തേക്കും ഫുൾ സെന്റൻസ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കും. പക്ഷെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നടക്കത്തുള്ളൂ. പ്രാക്ടീസ് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ യു ക്യാൻ റിപ്പീറ്റ്. ആൻഡ് ഓർഡറിൽ സീക്വൻസ് ഇമ്പോർട്ടന്റ് ആണ്. It's not necessary to catch up all the words and you have to repeat. Just repeat 6 to 8 words. ഒരു 80% of the content തന്നെ കൊടുത്താലും മതി. 60 to 80% of the content is very much enough. കണ്ടന്റ് ഫ്ലുവന്റ് ആയിട്ട് പക്ഷെ കൊടുക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു കോൺസ്റ്റന്റ് സ്പീഡിൽ പറയാൻ ശ്രമിക്കുക. ഒത്തിരി സ്പീഡിൽ പറയാൻ പോകരുത്. ആൻഡ് ദെൻ ആ പറഞ്ഞ ആ നേറ്റീവ് അവർ പറഞ്ഞേക്കുന്ന അതേ ഒരു ഇതില് സൗണ്ട് നമ്മൾ പറയുവാണെങ്കിൽ കേട്ടാൽ ഓൾസോ good mark. So speed constant ആയിരിക്കണം. 60 to 80% of the content will do. So this is how you have to do your repeat sentence. And the next question is describe image. Describe image is the third question. And what is describe image ചോദിച്ചാൽ you will be given an image. ഒരു image നമുക്ക് കാണാം and you have to describe it. ഇത് highly ഒരു question ആണ്. 25 seconds ആണ് preparation time. You have to speak for 40 seconds. It's not necessary to speak for 40 seconds. 30 seconds ഒക്കെ സംസാരിച്ചാൽ തന്നെ മതി. ബിക്കോസ് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സ്പീക്കിങ്ങിന് മാത്രമാണ്. സോ സ്പീക്കിങ്ങിന് മാത്രമേ ഇതിന് മാർക്ക് കൊടുക്കുന്നുള്ളൂ. അപ്പൊ ഫ്ലുവൻസി ആണ് ഇമ്പോർട്ടൻറ്റ്. സ്പീക്കിങ്ങിൽ തന്നെ ഫ്ലുവൻസി ആണ് ദ ടോപ്പ് മോസ്റ്റ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി. പക്ഷേ പ്രത്യേകിച്ച് ഡിസ്ക്രൈബ് ഇമേജിന് ഫ്ലുവൻസി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ കണ്ടന്റ് അത്രയും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട. ഫ്ലുവൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ you will get marks. എങ്ങനെയാണ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കേണ്ട? ടെംപ്ലേറ്റ്. സോ ടെംപ്ലേറ്റ് നിങ്ങൾ ഏതൊരു ടെംപ്ലേറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ അത് മെമ്മറൈസ് ചെയ്യാം, എന്നിട്ട് അത് പഠിക്കുക, എന്നിട്ട് ഈ കാണുന്ന ഇവിടെ കണ്ടേക്കുന്ന കണ്ടന്റ് എടുക്കുക, ഗ്രൂപ്പ് ഇറ്റ്, ജോയിൻ ഇറ്റ്, അഗൈൻ സ്പീക്ക്. ടെംപ്ലേറ്റ്സ് നല്ല രീതിയിൽ മെമ്മറൈസ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇവിടുന്ന് പാട്ട് ഈ ഓർഡറിലെ പറയാവോ, ആ സീക്വൻസിലെ പറയാവോ, ഇങ്ങനെ മേളിൽ നിന്ന് പറയാവോ, അല്ലെങ്കിൽ ഈ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് പറയാവോ, താഴെ നിന്ന് പറയാം, അങ്ങനെയൊന്നുമില്ല. യു ക്യാൻ പിക്കപ്പ് ആ കണ്ടന്റ് എവിടെ നിന്നൊക്കെ എടുത്താൽ മതി. ഫസ്റ്റ് ഞാൻ ഹെഡിങ് പറയാൻ പോവാം, നെക്സ്റ്റ് ഞാൻ എക്സ് ആക്സിസിൽ, പിന്നെ വൈ ആക്സിസിൽ ഉള്ളതൊക്കെയാണ്. എക്സ് ആക്സിസിൽ എന്തൊക്കെയുണ്ട്, വൈ ആക്സിസിൽ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് പറയാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ഒന്ന് 25 seconds തീരുമാനിച്ചു വെക്കാം. അല്ലാതെ റെക്കോർഡർ സ്റ്റാർട്ട് ആയി കഴിഞ്ഞിട്ടല്ല നമ്മൾ ഓരോന്ന് തീരുമാനിക്കാൻ പോയാൽ പിന്നെ അത് ഭയങ്കരമായിട്ട് യു വിൽ സ്റ്റാർട്ട് ടു ഹെസിറ്റേറ്റ്. നമ്മളിങ്ങനെ ആലോചിക്കും, തിങ്ക് ചെയ്യുമ്പോഴാണ് ഈ കൂടുതൽ ഹെസിറ്റേഷൻസ് വരുന്നത്. നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഈ ഫില്ലർ സൗണ്ട്സ് വരുന്നത്. ഫില്ലർ സൗണ്ട്സ് ഇങ്ങനൊക്കെ സൗണ്ട്സ് ഇടയ്ക്കിടയ്ക്ക് വരും. അത് ചെയ്യാതിരുന്നാൽ തന്നെ മതി. Template, very simple template. I have given the template again. ഞാൻ ഡിസ്ക്രൈബ് ഇമേജിന്റെ ഒരു ക്വസ്റ്റ്യൻ തന്നെ സെപ്പറേറ്റ് റിപ്പീറ്റ് സെന്റൻസ് ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. റീടെലക്ഷന്റെ ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇഫ് യു വാണ്ട് ടു നോ ഇൻ ഡീറ്റെയിൽ അറിയണമെങ്കിൽ യു ക്യാൻ വാച്ച് video which is there in YouTube. Gems of Prawn type of Tamani, you will get all the questions in. But then how to describe this image? Again, you can see 25 seconds preparation time. Once 25 seconds preparation time you have to start. Recorder button open on, recorder button open, start speaking. 1 second speak here. Don't speak after 3 seconds. Again, you will not
get marks. So as you can see, Saudi and Libyan crude oil production is there, and 5 2010, 6 2010 ഇതെല്ലാം ഉണ്ട്. So I'll do it. The given image gives information about Saudi and Libyan crude oil production. There's a beautiful image in front of me. Let me have a closer look at it. In x-axis, I can see 05, 2010, 2012, 2011. In y-axis, I can see the numbers starting from 0, 1000, 2000, 3000, and 10,000. I can also see different colors such as yellow, green, black, and white. Overall, the picture is very informative. ഇത്രയും ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്ക് ഫംബിൾ ആകുന്നില്ല. വി ആർ നോട്ട് ഹെസിറ്റേറ്റിംഗ് ഇതിന്റെ ഇടയ്ക്ക് ഈ സൗണ്ട് വരുന്നില്ല, അല്ലെങ്കിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ പോയി ഇത് കറക്റ്റ് ചെയ്യുന്നില്ല. ഡോണ്ട് ഗോ ആൻഡ് സെൽഫ് കറക്റ്റ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. റീഡ് എല്ലാവരും റിപ്പീറ്റ് സെന്റൻസ് സെൽഫ് കറക്ഷൻ പാടില്ല. നിങ്ങൾ സെൽഫ് കറക്റ്റ് ചെയ്യാൻ ഫ്ലുവൻസിയിൽ നിങ്ങൾക്ക് ഫോർ ഷുവർ യു വിൽ നോട്ട് ഗെറ്റ് മാർക്സ് ഫോർ ദാറ്റ്. മാർക്ക് കുറയും. സെൽഫ് കറക്ഷൻ വൺ റോങ് ഫൈൻ, ഗോ വിത്ത് ദ ഫ്ലോ. അതാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് നമുക്ക് മാർക്ക് കിട്ടുന്നത്. Describe image very simple. You may get any images. It's not that specific ആയിട്ട് ഈ ഇമേജ് കിട്ടണം എന്നില്ല. And you will get 3 to 4 questions like this. Describe image. Okay. And the next question is read the lecture. Read the lecture is nothing but like you will be hearing an audio. Audioയിൽ ഒരു ലെക്ചർ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. എന്നിട്ട് after 10 seconds നമ്മൾ ആ ലെക്ചർ കേൾക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നോട്ട്സ് എടുക്കാം. നമ്മൾ ഓഡിയോയിൽ കേൾക്കുന്ന ഇമ്പോർട്ടന്റ് ആണ് കീവേഡ്സ്, നൗൺ, വെർബ്, അഡ്വർബ്, അഡ്ജക്റ്റീവ്. ഇമ്പോർട്ടന്റ് എന്താ ടോപ്പിക് എന്താണെന്നും ആ ടോപ്പിക്കിന് റിലേറ്റഡ് വേർഡ്സ് ഒക്കെ എഴുതി വെക്കാം. കീവേഡ്സ് കീവേഡ് അല്ല. കീവേഡ്സ് ആകുമ്പോഴത്തേക്ക് ഡോണ്ട് റൈറ്റ് സിംഗിൾ വേർഡ് ആയിട്ട് എഴുതുക. കളക്ട് 2-3 വേർഡ്സ്, മോർ ദാൻ 2 ഒരു 3 വേർഡ്സ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഓഡിയോയിൽ കേൾക്കുന്ന 3 വേർഡ്സ് എഴുതി വെക്കാം. 1 വേർഡ് മാത്രം എഴുതിയാൽ നമുക്ക് ചിലപ്പോൾ യു വിൽ നോട്ട് ഗെറ്റ് ടൈം ടു റീഡ്. നമുക്ക് ലെക്ചർ പറയാൻ സമയം കുറവായിരിക്കും. സമയം കുറച്ച് സംസാരിക്കല്. റീഡ് ലെക്ചർ അറ്റ്ലീസ്റ്റ് ഒരു 35 സെക്കൻഡ്സ് മേളിലൊക്കെ സംസാരിക്കുവാണെങ്കിൽ again you will get marks for that. 30 സെക്കൻഡ്സ് മേളിൽ സംസാരിക്കാം. കണ്ടന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഫ്ലുവൻസി ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ്. കാരണം കീവേഡ്സ് നമ്മളിവിടെ മെൻഷൻ ചെയ്യാം. അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് കീ പോയിന്റ്സ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. നമുക്ക് കണ്ടന്റ് അത്യാവശ്യം കേട്ടിട്ട് കളക്ട് ചെയ്യാം. ബിക്കോസ് ദിസ് കോൺട്രിബ്യൂട്ട്സ് മാർക്സ് ടുവേർഡ്സ് സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് ആണ്. അപ്പൊ നിങ്ങൾ കണ്ടന്റ് കുറവാണ് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിസണിങ്ങിൽ മാർക്ക് കുറയും. പക്ഷെ ആവശ്യത്തിനുള്ള കണ്ടന്റ് കളക്ട് ചെയ്യാം, ഫ്ലുവന്റ് ആയിട്ട് പറയാം. ഓക്കെ, ഐ വിൽ പ്ലേ ദിസ് ലെക്ചർ. If you can write up the notes. Here are 3 important factors in creativity: people, process, and product. The most important one is the process. First, you have to create the right person through education with a creative mind. Second, you have to create the right process to have people engaged in the innovation process. Third, you need to find the right problem to work on. Human beings can survive and prosper largely depending on the creativity they have. If you identify and assess the creativity of a finished product, it is taken as a proxy for the creativity of the person who produced such a product. Therefore, a creative product should be surprising, original, beautiful, and useful. People should have factors necessary for genius, ability, and the right mindset. You should improve to imitate and change insight. Look from new perspectives. Innovately create something with imagination to expand the conceptual spaces. So once you're done, only 10 minutes there. നമ്മൾ എഴുതിയേക്കുന്ന വേർഡ്സ് ആണ് ഓക്കെ. ടെംപ്ലേറ്റോടെ ഞാൻ പറയാം. The speaker talked about creativity and its 3 important factors. Moreover, he discussed that creativity requires the right person to get engaged in the innovation process and work on the product. Furthermore, he mentioned that the creativity of a finished product is taken, so a creative product should be surprising and original. Finally, he concluded that people should create something with imagination to expand conceptual spaces. Once you have to submit and you have to move on to the next question. Okay, നമ്മൾ ഇതിനകത്ത് കളക്ട് ചെയ്ത കീവേഡ്സ് I'll tell you. ക്രിയേറ്റിവിറ്റിയെ കുറിച്ചാണ്. ക്രിയേറ്റിവിറ്റി and 3 important factors അത് എടുത്തു.
The next is creativity കുറിച്ച് പറഞ്ഞത് it requires the right person to get engaged in the innovation process. അത് എഴുതി. And then genius, ability and right mindset. Surprising and original. പിന്നെ imagination to expand conceptual spaces. ഇത്രയും മതി. ഇത്രയും 5 keywords എഴുതുവാണെങ്കിൽ നമ്മൾ ടെംപ്ലേറ്റ് എന്താണ്? The speaker talked about. എന്താണ്? ഇതാണ് ടെംപ്ലേറ്റ്. The speaker talked about. അത് കഴിയുമ്പോൾ നമ്മൾ എന്താണ് കേട്ടത്? ഞാൻ എഴുതിയിരിക്കുന്നത് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇറ്റ്സ് 3 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആണ്. പിന്നെ സെക്കൻഡ് ടെംപ്ലേറ്റ്, സെക്കൻഡ് സെന്റൻസ് ആണ് മോർ ഓവർ ഹി ഡിസ്കസ്. കൂടുതലായിട്ട് പറയാം, മോർ ഓവർ ഹി ഡിസ്കസ്ഡ്. അതാണ് സെക്കൻഡ് സെന്റൻസ്. അത് കഴിയുമ്പോൾ ഫർദർ മോർ ഹി മെൻഷൻഡ്. നമ്മളത് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നില്ല നമ്മുടെ ടെംപ്ലേറ്റിൽ. ഫസ്റ്റ്ലി, സെക്കൻഡ്ലി, തേർഡ്ലി എന്ന് പറയുമ്പോഴത്തേക്ക് യു കൻ ആഡ് കണക്ടേഴ്സ്, ലിങ്കേഴ്സ്. ഫർദർ മോർ he mentioned. നമ്മൾ അവിടെ എഴുതിയിരിക്കുന്നത് മോർ ഓവർ ഹി ഡിസ്കസ്ഡ്, പിന്നെ ഫർദർ മോർ ഹി മെൻഷൻഡ്. അത് കഴിഞ്ഞിട്ട് ഫൈനലി ഹി കൺക്ലൂഡഡ്. നമുക്ക് 4 അല്ലെങ്കിൽ 5 സെന്റൻസസ് മതി ടെംപ്ലേറ്റ് ആയിട്ട്. പക്ഷെ കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണ്ടത് കീ വേർഡ്സ് ആണ്, ഫ്രേസസ് ആണ്, കീ പോയിന്റ്സ് ആണ്. അല്ലാതെ വേർഡ് ആയിട്ട് നിങ്ങൾ ഇപ്പൊ കളക്ട് ചെയ്യുവാണെങ്കിൽ the speaker talked about creativity. Moreover, he discussed about innovation process. അപ്പൊ കുറച്ച് വരും. പക്ഷെ ഇത് പറയുമ്പോഴത്തേക്ക് യു ഹാവ് ഇനഫ് പോയിന്റ്സ് ആൻഡ് യു ക്യാൻ കുറച്ച് ടെംപ്ലേറ്റ്, കൂടുതൽ കീ പോയിന്റ്സ്. ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ യു വിൽ ഗെറ്റ് എ ഹൈ സ്കോർ. സോ ഇത്രയേ ഉള്ളൂ. ടെംപ്ലേറ്റ് സിമ്പിൾ ആക്കാം. ഒന്നുമില്ല. The speaker talked about, moreover he discussed, furthermore he mentioned about, again finally he concluded that. ഇത്രയേ ഉള്ളൂ. The lecturer talked about. നിങ്ങൾക്ക് മാറ്റി വേണമെങ്കിൽ lecturer talked about. പക്ഷെ നമ്മൾ keywords ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് you have to join and you have to start speaking. Only 10 seconds is there. So once you have written, start speaking. നിങ്ങൾക്ക് ഇത് തന്നെ നോക്കി, ലൈക്ക് നമ്മളിപ്പോ keywords എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് നോക്കി തന്നെ നിങ്ങൾക്ക് പറയണം. നമുക്ക് അവിടെ സ്ക്രീനിൽ നോക്കണമെന്നൊന്നുമില്ല. നമുക്ക് എഴുതി വെച്ചേക്കുന്ന, കാരണം കീ പോയിന്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ടെംപ്ലേറ്റ് ബൈ ഹാർട്ട് ആണ്. ആ ടെംപ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് ഓരോ കീ പോയിന്റ്സ്. ആൻഡ് അഗെയിൻ നമ്മൾ കീ പോയിന്റ്സ് എഴുതുമ്പോൾ നീറ്റായിട്ട് ലെജിബിൾ ആയിട്ട് എഴുതണം. ഷോർട്ട് ഫോമിൽ എഴുതാൻ പഠിക്കണം. അല്ലെങ്കിൽ ഒരു ഫ്രേസസ് മാത്രമേ എഴുതാൻ സമയം കൊടുത്തുള്ളൂ. ഷോർട്ട് ഫോംസിൽ എഴുതുക. ആൻഡ് ഈ ഫ്രം എന്നൊക്കെ എഴുതുമ്പോഴത്തേക്കും FM എന്നൊക്കെ എഴുതിയാണ്. ഷോർട്ട് ഫോംസ് നമ്മൾ എങ്ങനെയാണോ പഠിക്കുന്നത്. ഞാൻ ഇപ്പൊ ഇന്നോവേഷൻ പ്രോസസ് IP എന്ന് എഴുതും. പക്ഷെ എനിക്കത് മനസ്സിലാവും ഇന്നോവേഷൻ പ്രോസസ് ആണ്. ക്രിയേറ്റിവിറ്റി ഹാവ് നോട്ട് റിട്ടൺ CTVT ക്രിയേറ്റിവിറ്റി ആണ്. അത് എനിക്ക് മനസ്സിലാവും. ഷോർട്ട് നോട്ട്സ് എടുത്തെടുത്ത് നമ്മൾ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ട്സ് കൂടുതൽ എടുക്കാനും പറ്റും. ആൻഡ് നമുക്ക് അതനുസരിച്ച് മാർക്ക് കിട്ടുകയും ചെയ്യും. സോ യു ക്യാൻ സ്പീക്ക് അബൌട്ട് 30 seconds കൂടുതൽ സംസാരിക്കുന്നതാണ് റീഡ് ലെക്ചർ. അഗൈൻ യു ക്യാൻ 2 to 3 റീഡ് ലെക്ചർ ഇൻ യുവർ എക്സാം. സോ ഓർഗനൈസ് ദ നോട്ട്സ്, collect ചെയ്യുക, listen carefully, concentrate, then do. So this is about read lecture. Read lecture contributes marks towards speaking and listening. So നല്ലതായിട്ട് keywords എഴുതിയിട്ടുണ്ടെങ്കിൽ നല്ല സ്കോർ നമുക്ക് ലിസണിംഗിൽ കിട്ടും. And the last question is answer short question, which is the least important. അതിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ കേൾക്കും. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. അത്രയേ ഉള്ളൂ. ഒരു ജനറൽ നോളജ് ക്വസ്റ്റ്യൻ ആയിരിക്കും, ടെക്നിക്കൽ ആയിരിക്കും, എന്തെങ്കിലും നമുക്ക് അറിയാവുന്ന ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, വാട്ട് ഇസ് ദ ഓപ്പോസിറ്റ് ഓഫ് ഇമ്പോർട്ടിംഗ്? നമ്മൾ ആൻസർ പറയും എക്സ്പോർട്ടിംഗ് പറയും. അത്രേ ഉള്ളൂ. പക്ഷെ ഇത് 3 സെക്കൻഡിനുള്ളിൽ പറയണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ മാർക്ക് കിട്ടത്തില്ല. സോ ദിസ് ഇസ് ഹൗ യു ഹാവ് ടു ഡു. ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ദിവസവും ഇത് പ്രാക്ടീസ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് പ്രൊഡിക്ഷൻ ഫയൽ കിട്ടുവാണെങ്കിൽ പ്രൊഡിക്ഷൻ ഫയൽ നോക്കിയിട്ട് ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം ബിഫോർ യു ഗോ ഫോർ ദി എക്സാം. എന്നിട്ട് പ്രിപ്പയർ യുവർ സെൽഫ്. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴൊക്കെ ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്താൽ മതി. അഗൈൻ 5 ക്വസ്റ്റ്യൻ ആണ് സ്പീക്കിംഗ് വരുന്നത്. റീഡ് എ ലോട്ട്, റിപ്പീറ്റ് സെന്റൻസ് ഇസ് വെരി 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 ഇമ്പോർട്ടന്റ്. ഓക്കെ. Next comes read the lecture. പിന്നെ വരുന്നത് describe and read the lecture, answer short question. Describe and read lecture is a moderate. In answer short question is the least important. നിങ്ങൾക്ക് ബോറടിക്കുമ്പോൾ സമയമൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻ എടുത്ത് പ്രാക്ടീസ് ചെയ്യാം. അഗൈൻ ആ ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻ ഞാൻ കേൾപ്പിച്ചില്ല. Would most people spend greater amount of time eating, drinking or sleeping? സ്ലീപ്പിംഗ്. ഒക്കെ 3 ഓപ്ഷൻ ആണ്. നമുക്ക് കൂടുതൽ സമയം നമ്മൾ എന്തിനാണ് എടുക്കുന്നത്? കഴിക്കാനാണോ, വെള്ളം കുടിക്കാനാണോ, അതോ ഉറങ്ങാനാണോ? കൂടുതൽ ടൈം നമ്മൾ എന്തിനാണ് എടുക്കുന്നത്? 3 ഓപ്ഷൻസ് ആണ്. അത് നമ്മൾ പെട്ടെന്ന് ഓർത്തും പറയാം. അത്രയേ ഉള്ളൂ ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻ. ഇതിൽ 5 to 6 ക്വസ്റ്റ്യൻ. അഗൈൻ ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻ ഓൾസോ കോൺട്രിബ്യൂട്ട്സ് മാർക്സ് ടുവേർഡ്സ് യുവർ സ്പീക്കിംഗ് ആൻഡ് ലിസണിംഗ് ആണ്. നമ്മൾ കേൾക്കുന്നു, ആൻസർ പറയുന്നു. So this is how you have to do your answer short questions. Hope like I've done the 5 questions. Speaking model ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ലൈക്ക് എല്ലാം പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. And
Hope this video was very useful and informative. നിങ്ങൾക്ക് ഒരുവിധം പഠിക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. And if you still have doubts with your speaking module, you can just contact us അല്ലെങ്കിൽ comment section comments ഇട്ടാൽ മതി. I'll be responding you. So, and we are providing PT online coaching, PT Academic under PT Core under. If you want to join either the courses, you can just contact us. I'll provide the contact number. Again, I'll be doing a different module, the different question. So see you till then. Bye.